ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ വലിയ താല്പര്യമില്ലാത്ത വീട്ടിലൊക്കെ ഒഴിഞ്ഞു മാറി. പ്രിൻസിപ്പൾ അതിനെ പറ്റി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. മാഷേ ഓക്കെ. കാണാം. രാമുണ്ണി മാഷല്ലേ? അതെ. നമസ്കാരം മാഷെ. നമസ്കാരം. മാഷക്ക് എന്നെ മനസ്സിലായോ? കണ്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞാ ചിലപ്പോ അറിയും. പള്ളിക്കര സ്കൂളില് 6ൽ 2 വർഷം തോറ്റപ്പോ അപ്പച്ചൻ വന്ന് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് മാറ്റിയില്ലേ ഒരു ജോസഫ്? ഓ ജോസഫ്, തല്ലുകൊള്ളി ജോസഫ്. വള്ളിക്കളസോ വിട്ട് മൂക്കളെ ഒലിപ്പിച്ച് നീർക്കോലി പോയിരുന്ന ചക്കൻ. നിന്റെ തൊടയിൽ ഇപ്പോഴും കാണണമല്ലോ എന്റെ ചൂരലിന്റെ പാടല്ലേ? താനെന്താ ഇവിടെ? ഞാനിവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് പ്രൊഫസർ. ഓ, അപ്പൊ തല്ലുകൊള്ളി ജോസഫ് ഇപ്പൊ പ്രൊഫസർ ജോസഫായി. മോള അല്ലേ? കുട്ടി ഏതിനാ ചേർന്നത്? ഫസ്റ്റ് BA ലിറ്ററേച്ചറാണ്. ഓ, അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. കേട്ടോ മാഷേ, നമ്മൾ ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. എന്നെ പഠിപ്പിച്ച് എന്റെ കണ്ണു തെളിയിച്ച മാസ്റ്റർ മകളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുക അല്ലേ? വരൂ മാഷേ. ടീച്ചറേ, ടീച്ചറേ. എന്തായി? ഭംഗിയായി. ഒന്നുമില്ല. ഇന്ന് കോളേജിൽ വെച്ച് എന്റെ ഒരു പഴയ സ്റ്റുഡന്റിനെ കണ്ടു, ഒരു ജോസഫ്. ഇപ്പൊ ഇവിടുത്തെ പ്രൊഫസറാ. എന്നെയും കുട്ടിയെയും ഒന്നിച്ച് കണ്ടപ്പോ അയാൾ ചോദിക്കുക മാഷ്ട മോളാണോന്ന്. എന്നിട്ട് മാഷ് എന്തു പറഞ്ഞു? ഞാൻ എന്തു പറയാനാ എന്റെ ടീച്ചറെ. ആ കുട്ടിയെ കോളേജിൽ ചേർക്കാൻ കൊണ്ടുപോവുക, മകളാണോ എന്ന് ചോദിക്കുക. വിധിച്ചിട്ടില്ലാത്ത ഭാഗ്യങ്ങള് കടവായിട്ടാണേലും അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ലേ ടീച്ചറെ? ശരിയാ. മായമ്മയും കൂട്ടി മാഷെ പടിയിറങ്ങി പോണത് നോക്കി നിൽക്കുമ്പോ എന്റെ മനസ്സും ഇത് തന്നെയാ പറഞ്ഞത്. എത്തിയില്ലോ അധ്യക്ഷൻ. എല്ലാരെക്കാളും മുമ്പേ എത്താറുള്ള മേൻ എന്താ ഇന്നിത്ര വൈകിയത്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? എന്തേ? ഞാനും പുലർച്ചയ്ക്കേ അറിഞ്ഞുള്ളൂ. ഓടിപ്പിടിച്ച് അവിടെ ചെന്ന് പറ്റിയപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞു. എന്താ കാര്യം തെളിച്ചു പറയാൻ്റെ മേന്നെ? നമ്മുടെ പരമേശ്വരൻ നായരെ ഇന്നലെ രാത്രി അമ്മയ്ക്ക് അച്ഛന് പേടിയായിരുന്നു എന്നാ തോന്നിയിട്ടുള്ളത്. ഒന്നും പറയുമായിരുന്നില്ല എന്നോട്. ഞാൻ കുട്ടിയല്ലേ. ദിവസവും രാത്രി അമ്മ ആരും കേൾക്കാണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയും. ആ തേങ്ങൽ കേട്ട എന്നും ഞാൻ ഉറങ്ങാറ്. മരിക്കുന്നതിന്റെ തലേന്ന് കൂടി എന്നോട് പിറ്റേന്ന് രാവിലെ കുളക്ക് മരിച്ചു കിടക്കണതാ കണ്ടത്. ഒന്നേ നോക്കിയുള്ളൂ. പലരും പലതുമൊക്കെ പറഞ്ഞു. ഏതാ ശരിയെന്നും സത്യം അറിഞ്ഞൂടാ. അറിഞ്ഞിട്ടും എന്താ? അമ്മ പോയില്ലേ. അന്നും അതെ ഇന്നും അതെ. അച്ഛന്റെ നിഴല് കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. കുട്ടിയുടെ അച്ഛൻ തിരുമേനിയെ പോലെ ഒരാളിന്റെ അടുത്തല്ല നങ്ങയമ്മ ചെന്ന് ചേരേണ്ടിയിരുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പാവം. വിളക്ക് വെച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ വേറെ ഒരു വിഷയവും കിട്ടില്ല രണ്ടാൾക്കും. മരണവും മരിച്ചവരെയും കുറിച്ചുള്ള വർത്തമാനം നിർത്തുക.
ടീച്ചറെ ആരാത്? ഞാനാ മായ. മായയാ. കുട്ടിയാണല്ലോ അത്. എന്താ കുട്ടി? എന്താ? മോളിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു. അയ്യോ, അകത്തേക്ക് വരൂ. വരൂ കുട്ടി. വരൂ. ഇവിടെ കിടന്നോളൂ. വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ഇവിടെ കിടന്നോളൂന്നേ. ഇല്ല, ദാ. പുതയ്ക്കണോ? വേണ്ട. സമയം എത്രയായി? ഷോ, ഈ കുട്ടിയെ കാണാനില്ലല്ലോ. നേരം കുറെ ആയി. പറഞ്ഞുണ്ട്. ആ, ദേ, ഇപ്പൊ ഒന്നും പറയാൻ പോണ്ട. ആ, പതുക്കെ. ഞങ്ങളെ ആകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ വായമേ നീ. സമയം എത്രയെന്നറിയോ? എന്താ ഇത്ര വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എന്തിന്റെ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു കുട്ടിക്ക്? ഇംഗ്ലീഷിന്റെ. ആരാ? ആ പ്രൊഫസർ ജോസഫാ? ആ, അയാളെ ചെയ്യൂ ഇതൊക്കെ. അവനവന്റെ മക്കള് സ്കൂളിലും കോളേജിലും പോയിട്ട് കൃത്യസമയത്ത് മടങ്ങി വരാണ്ടാവുമ്പോ വീട്ടിലിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ വേവലാതി വല്ലതും അവർക്കറിയണോ? പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരാനെങ്ങാനും വൈകിയ വഴിയിലേക്ക് കണ്ണും നട്ട് വേലിക്കൽ വന്ന് നിൽക്കുമായിരുന്നു എന്റെ അമ്മ. നിങ്ങൾ ഇന്നലെ കടവിൽ കാത്തു നിൽക്കണ കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നത്. ഞാൻ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ. മാഷേ, മായമ്മ എന്നോട് ചോദിച്ചത് കേട്ടോ മാഷ്? എന്തേ? എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്. ആ, സത്യം. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? എനിക്ക് ചങ്ക് പഠിച്ചു പോയി. ടീച്ചറെ അമ്മാന്ന് വിളിക്കുമ്പോ എന്നെ എന്താ വിളിക്ക? അച്ഛാന്നോ? വിളിക്കോ? വിളിക്കായിരിക്കില്ലേ?